ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗിത്താറിൻ്റെ രൂപമാണ്, 2D രൂപമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വരക്കാം. എൻ്റർ. ഇനി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 120 യൂണിറ്റിലുള്ള ഒരു ലൈൻ വരക്കാം. എൻ്റർ. 120. എൻ്റർ. എൻ്റർ. ഇനി ഈ ലൈൻ സെലക്ട് ചെയ്ത ശേഷം ഈ മിഡ് പോയിന്റ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇവിടെ ഇതിൻ്റെ മിഡ് പോയിന്റിൽ ജോയിൻ ചെയ്യാം, മൂവ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് ഓഫ്സെറ്റ് ചെയ്യണം. ഈ ലൈൻ ആദ്യം 25 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് O ആണ്. O, എൻ്റർ. 25, എൻ്റർ. അടുത്തത് 78 യൂണിറ്റിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. 78, എൻ്റർ. അടുത്തത് 19 യൂണിറ്റിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. 19, എൻ്റർ. അടുത്തത് 100 യൂണിറ്റിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ ലൈൻ 25 യൂണിറ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ്സെറ്റ് ചെയ്യാം. O, എൻ്റർ. 25, എൻ്റർ. എസ്കേപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഭാഗത്ത് 25 യൂണിറ്റിൻ്റെ റേഡിയസ് ഉള്ള 2 സർക്കിൾസ് ഈ ഇന്റർസെക്ഷൻ പോയിന്റുകളിൽ രണ്ടിലും വരയ്ക്കുക. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക. C, എൻ്റർ. 25, എൻ്റർ. അടുത്ത സർക്കിളിന് എൻ്റർ ചെയ്ത് മതി. ഇവിടെ സെൻറ്റർ പോയിന്റ് എടുക്കുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ 2 സർക്കിൾ 25 യൂണിറ്റിൻ്റെ റേഡിയസ് ഉള്ളത് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സർക്കിൾ രണ്ടും കൂടി ടാൻജൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 115 റേഡിയസ് ഉള്ള ഒരു ആർക്ക് വരക്കണം. അത് ടാൻ റേഡിയസ് എടുത്ത് വരക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സർക്കിൾ എടുക്കാം. C സർക്കിളിൻ്റെ എടുക്കാം. അതിൽ ടാൻ റേഡിയസ് എടുക്കാം. സർക്കിളിൻ്റെ കമാൻഡ് ടാൻ റേഡിയസ് കമാൻഡ് എടുക്കാം. ഈ ഒരു ടാൻജൻറ്റ് ഇതിൻ്റെയും മറ്റൊരു ടാൻജൻറ്റ് ഇതിൻ്റെയും ആക്കുക. 115 റേഡിയസ് ആണ് ഇതിന് വേണ്ടത്. 115, എൻ്റർ. ഇപ്പോൾ 115 റേഡിയസിലുള്ള സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ട്രിം ചെയ്താൽ മതിയാവും. ആദ്യം ട്രിം ചെയ്തതിന് മുമ്പ് ഈ ലൈനുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ട്രിം ചെയ്യാം. TR ആണ് ഷോർട്ട്കട്ട്. TR, എൻ്റർ. എൻ്റർ. ഇതും ട്രിം ചെയ്യാം. പിന്നെ ഈ ഭാഗം ട്രിം ചെയ്യുക. ഇതിനകത്തുള്ള ഈ ഭാഗങ്ങൾ ട്രിം ചെയ്യുക. ഇവിടെയും ട്രിം ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ വരക്കാം. L, എൻ്റർ. ഈ ലൈൻ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം. അത് -15 യൂണിറ്റേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു ഭാഗം ക്രിയേറ്റ് ചെയ്യാനാണ്. -15 ഡിഗ്രിയിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം റൊട്ടേറ്റിൻ്റെ ഷോർട്ട്കട്ട് RO ആണ്. അല്ലെങ്കിൽ ഈ റൊട്ടേറ്റ് കമാൻഡ് എടുക്കുക.
ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് ഈ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് -15 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പം -15 എൻ്റർ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ 20 യൂണിറ്റിൻ്റെ ഒരു ലൈൻ ഇങ്ങോട്ട് ഈ വെർട്ടിക്കൽ ലൈൻ ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം, O എൻ്റർ 20 എൻ്റർ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാം. ഇനി ഈ 20 എൻ്റർ ചെയ്ത് ഈ ഓഫ്സെറ്റ് ചെയ്ത് നമുക്കിവിടെ ഒരു 20 യൂണിറ്റിൻ്റെ സർക്കിൾ ചേർക്കാം. C എൻ്റർ, സർക്കിളിൻ്റെ ടോട്ടൽ C ആണ്. 20 എൻ്റർ. ഇനി ഇവിടെ നമുക്ക് ഒരു സർക്കിൾ വരക്കണം, ടാൻജന്റ് റേഡിയസിലുള്ള വരക്കണം. അത് 25 യൂണിറ്റിൻ്റെയാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ സർക്കിളിൻ്റെ എടുക്കുക, സർക്കിൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനോട് ടാൻജന്റ് റേഡിയസ് സെലക്ട് ചെയ്യുക. ഒരു ടാൻജന്റ് ഇവിടെയും മറ്റൊരു ടാൻജന്റ് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് 25 ആണ് റേഡിയസ്, 25 എൻ്റർ. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ ട്രിം ചെയ്യണം. എന്നിട്ട് ഈ ഭാഗം ട്രിം ചെയ്തെടുക്കണം. ട്രിം ചെയ്യാം. TR എൻ്റർ എൻ്റർ. ഇവിടെ ട്രിം ചെയ്യാം. ഈ ഭാഗം ഇതും ട്രിം ചെയ്യാം. ഇത് ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇനി നമുക്ക് ഈ മിഡിലുള്ള ഈ ലൈൻ നമുക്ക് 6 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക, O എൻ്റർ 6 എൻ്റർ. ഇനി നമുക്കിവിടെ ടാൻജന്റ് റേഡിയസിലെ ഒരു സർക്കിൾ ഉണ്ടാക്കണം. അത് നോക്കാം. 8 യൂണിറ്റ് റേഡിയസ് ഉള്ളതാണ്. അപ്പം C എൻ്റർ, സർക്കിളിന് C എൻ്റർ. പിന്നെ TTR ആണ് ടാൻജന്റ് റേഡിയസിൻ്റെ ഷോർട്ട് കട്ട്. TTR എൻ്റർ. ഇനി ഒരു ടാൻജന്റ് ഇവിടെയും കൊടുക്കുക. റേഡിയസ് 8 ആണ്. 8 എൻ്റർ. അപ്പോൾ 8 റേഡിയസിലുള്ള ഒരു സർക്കിൾ നമ്മൾ ടാൻജന്റ് റേഡിയസിലുള്ള സർക്കിൾ ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇതും നമുക്ക് ട്രിം ചെയ്ത് ശരിയാക്കാം. അപ്പോൾ TR എൻ്റർ എൻ്റർ. നമുക്ക് ട്രിം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ഭാഗം, ഇവിടെ ഇത്രയും ഭാഗം ട്രിം ചെയ്ത് കളയാം. ഇതും ട്രിം ചെയ്ത് കളയാം. ഇവിടെ ട്രിം ചെയ്യാം. ഇങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ലൈൻ വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇപ്പുറത്ത് നമുക്ക് അത് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ശരിക്കും 36 യൂണിറ്റിൻ്റെ ഒരു ലൈനാണ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. ഈ ലൈൻ, ഈ മിഡിലുള്ള ലൈൻ 36 യൂണിറ്റിലെ ഓഫ്സെറ്റ് ചെയ്യുക ആദ്യം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം, O എൻ്റർ 36 എൻ്റർ. ഈ ലൈൻ 36 യൂണിറ്റിലേക്കായിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി 6 യൂണിറ്റിലേക്കും ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യണം. 6 എൻ്റർ. 6 യൂണിറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ 36 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത ഈ ലൈൻ നമുക്ക് ഒരു 12 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ വരക്കാം. അപ്പോൾ സർക്കിൾ C എൻ്റർ. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ 12 എൻ്റർ. ഇനി നമ്മൾ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്തില്ലേ, ഇതിന് 10 യൂണിറ്റിലെ ഒരു സർക്കിൾ, അതും ടാൻജന്റ് റേഡിയസ് സർക്കിളാണ് വരക്കേണ്ടത്. അപ്പോൾ C എൻ്റർ. TTR എൻ്റർ. ടാൻജന്റ് റേഡിയസ് TTR ആണ്. ഒന്ന് ഇവിടെയും ഒന്ന്
ഇവിടെ ഈ ടാൻജൻറ്റ് വയ്ക്കുക. യൂണിറ്റ് 10 10 എൻ്റർ. അപ്പോൾ അത് നമ്മൾ ശരിയായി കഴിഞ്ഞു. ഇനി ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മിറർ ചെയ്യണം. ഈ ഭാഗം ഇങ്ങോട്ട് മിറർ ചെയ്യണം. അപ്പോൾ ഈ മിഡ് ലൈനിൽ അതിൻ്റെ മിറർ ലൈനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മിറർ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ മിറർ കമാൻഡ് എടുക്കാം. MI ആണ് ഷോർട്ട്. MI എൻ്റർ. ഇതാണ് നമ്മൾ മിറർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക. പിന്നെ മിററിൻ്റെ ലൈനായിട്ട് ഇരിക്കുന്നത് ഈ ലൈൻ നമുക്ക് മിററിൻ്റെ ലൈനായിട്ട് വയ്ക്കുക. എൻ്റർ ചെയ്യുക. അപ്പം അത് മിറർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ലൈൻ ഇത് 2 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. ഇവിടെ 2 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. O എൻ്റർ 2 എൻ്റർ. ഈ ലൈൻ 2 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരക്കണം. ഈ സർക്കിളിന് 38 യൂണിറ്റാണ് വേണ്ടത്. 38 യൂണിറ്റ് സർക്കിൾ ഇതും ടാൻജൻറ്റ് 2 ടാൻജൻറ്റിലൂടെ വരക്കണം. ഇതിൻ്റെ ടാൻജൻറ്റിൽ വരക്കണം. അപ്പോൾ സർക്കിൾ കമാൻഡ് C എൻ്റർ TTR എൻ്റർ. ടാൻജൻറ്റ് റേഡിയസ് ആണ് TTR എൻ്റർ. പിന്നെ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുക, ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. 38 യൂണിറ്റാണ്. 3 എൻ്റർ. അപ്പോൾ 38 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ട്രിം ചെയ്യുക. ഇത് ട്രിം ചെയ്യാനാണെങ്കിൽ TR എൻ്റർ എൻ്റർ. ട്രിം ചെയ്യുന്നതിന് അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ ഭാഗം ഇങ്ങനെ ട്രിമിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഭാഗം ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ട്രിം ചെയ്യേണ്ട ഭാഗങ്ങൾ നമുക്ക് ട്രിം ചെയ്ത് കളയാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് ട്രിം ചെയ്യാം. ഈ ഭാഗം ട്രിം ചെയ്യാം. ഇത് ട്രിം ചെയ്യാം. ഇവിടെ ട്രിം ചെയ്യാം. ഇത് ട്രിം ചെയ്യാം. ഈ ഭാഗം ട്രിം ചെയ്യാം. ഇത്രയും ട്രിം ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം ഏകദേശം ട്രിം ചെയ്ത് കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ള മുഴുവൻ നമ്മൾ ട്രിം ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഈ ലൈനുകളൊന്നും നമുക്ക് വേണ്ട. ഈ ലൈനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ 2 ലൈനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം ശരിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഭാഗത്താണ് ഈ അപ്പർ പോർഷനിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇത് 100 യൂണിറ്റിലേക്കുള്ള ലൈൻ വരച്ച ലൈനാണ്. നമുക്ക് ഇവിടെ വരെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇനി ഇങ്ങോട്ടാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ട്രിം ചെയ്യാം. TR എൻ്റർ എൻ്റർ. ഈ ഭാഗം നമുക്ക് ഇത്രയും ട്രിം ചെയ്ത് കളയാം. ഇനി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വെക്കണം. അതിങ്ങോട്ട് ഇത്ര ആംഗിളിലാണ്. ഇവിടെ 30 ഡിഗ്രി ആംഗിളിലാണ് വരുന്നത്. 30 ഡിഗ്രി 90 മൈനസ് 30 ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി ആംഗിളിലേക്ക് നമുക്കൊരു ലൈൻ വേണം. അത് ഒരു 60 യൂണിറ്റിലുള്ള ലൈൻ നമുക്ക് വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കാം. L എൻ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ആകെ 60 യൂണിറ്റിൽ ഉള്ള ഒരു ലൈനാണ് വേണ്ടത്. നമുക്ക് 60 അടിക്കുക. എൻ്റർ ചെയ്യരുത്. ടാബ് അമർത്തുക. ആംഗിളിന് വേണ്ടി ടാബ് അമർത്തുക. ശേഷം 60 ഡിഗ്രി ആംഗിളാണ് വേണ്ടത്. അപ്പം 60 ഇനി 60 ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ 60
ഡിഗ്രി ആംഗിളിലുള്ള 60 യൂണിറ്റുള്ള ഒരു ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലൈൻ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, -30 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് കമാൻഡ് എടുക്കാം. ഇതാണ് റൊട്ടേറ്റ് കമാൻഡ്. ക്ലിക്ക് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇനി നമുക്ക് -30 റൊട്ടേറ്റ് ചെയ്യേണ്ടത്. -30 എൻ്റർ. അപ്പോൾ -30ലേക്ക് അത് റൊട്ടേറ്റ് ചെയ്തു. ഇനി ഈ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം. അത് നമുക്ക് ആദ്യം 16 യൂണിറ്റിലേക്കും പിന്നെ 22 യൂണിറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യണം. ഇത് ഈ ഭാഗം എടുക്കാനായിട്ടാണ്. നമ്മൾ 16 യൂണിറ്റിലേക്ക്, ഈ 16 യൂണിറ്റ്, പിന്നെ അത് ഇവിടെ നിന്ന് ഇവിടം വരെ 22 യൂണിറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്യുക, O എൻ്റർ, 16 16 എൻ്റർ, ഓഫ്സെറ്റ് ചെയ്യുക. ഇനി 22 എൻ്റർ, 22 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ 16 യൂണിറ്റിൽ ഓഫ്സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് ഒരു 12 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ വരക്കാം. ഇവിടെ 12 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ വരക്കാം. C എൻ്റർ, 12 എൻ്റർ. ഇനി എൻ്റർ ചെയ്യാൻ ഇവിടെ നമുക്ക് 10 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ വരക്കാം. C എൻ്റർ, 10 എൻ്റർ, 10 യൂണിറ്റിൻ്റെ സർക്കിൾ വരക്കാം. ഇനി നമുക്ക് നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത ഈ ലൈനൊന്നും ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നോക്കാം, ഇവിടെ നമുക്കൊരു സർക്കിൾ വരക്കണം. അതും 12 യൂണിറ്റ് റേഡിയസുള്ള സർക്കിളാണ് വരക്കേണ്ടത്. അത് ടാൻജന്റ് റേഡിയസിലാണ് വരക്കുന്നത് നമ്മൾ. അപ്പോൾ C എൻ്റർ, സർക്കിളിന് വേണ്ടി C എൻ്റർ, ടാൻജന്റ് റേഡിയസിന് വേണ്ടി TTR എൻ്റർ. ഈ ടാൻജന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് 12 എൻ്റർ, 12 യൂണിറ്റിൻ്റെ സർക്കിൾ വന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ നമുക്കൊരു ടാൻജന്റ് റേഡിയസിലുള്ള സർക്കിൾ ആവശ്യമുണ്ട്, ഇതുമായിട്ട്. അവിടെ നമുക്ക് അപ്പം C എൻ്റർ, TTR എൻ്റർ, ടാൻജന്റ് റേഡിയസിന് TTR എൻ്റർ. ഒരു ടാൻജന്റ് ഇവിടെയും അടുത്ത ടാൻജന്റ് ഇവിടെയും വരുന്ന രീതിയിൽ വയ്ക്കുക. അത് 8 യൂണിറ്റാണ്. 8 എൻ്റർ, 8 യൂണിറ്റിൻ്റെ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്തെടുക്കാം. ആ ട്രിം കമാൻഡ് കൊടുക്കാം. TR എൻ്റർ, എന്നിട്ട് ട്രിം ചെയ്യാം. ആദ്യം ഇത് ട്രിം ചെയ്ത് കളയാം. പിന്നെ ഈ ഭാഗം ട്രിം ചെയ്യാം. ഇവിടുന്ന് ഈ ഭാഗം ട്രിം ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. ഇനി ഇത് നമുക്ക് വേണ്ട, ഇത്രയും ട്രിം ചെയ്യാം. ഇതിനകത്തുള്ള ഈ ഭാഗം ട്രിം ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം. അത് ശരിക്കും 10 യൂണിറ്റിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ O എൻ്റർ, ഓഫ്സെറ്റിന് O ആണ്, എൻ്റർ, 10 എൻ്റർ, 10 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ലൈൻ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്ത് ഈ പോയിന്റിലേക്കാണ്, ഈ മിഡ് പോയിന്റിൽ ഈ ലൈൻ ഇവിടെ ആക്കണം. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് കൊടുക്കാം. O എൻ്റർ. ഇനി ഡിസ്റ്റൻസ് നമ്മൾ 2 പോയിന്റുകൾ കാണിച്ചു കൊടുക്കാം. ഒന്ന് ഈ പോയിന്റും അടുത്തത് ഈ പോയിന്റുമാണ്. ഇനി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം അതിലേക്ക്. അതിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ ലൈനിലേക്ക്. അപ്പോൾ എക്സ്റ്റെൻഡ് കമാൻഡ് കൊടുക്കുക. എക്സ്റ്റെൻഡിൻ്റെ ഷോർട്ട്കട്ട് EX ആണ്. EX എൻ്റർ. ഇനി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഏത് ലൈനിലേക്കാണോ ആ ലൈൻ ആദ്യം സെലക്ട് ചെയ്യുക.
ഈ ലൈനിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈൻ അത് ഇതാണ്, അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രിം ചെയ്ത് ഈ ഭാഗം ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ട്രിം കമാൻഡ് കൊടുക്കാം. TR എൻ്റർ എൻ്റർ. നമുക്ക് ആദ്യം ഇവിടെ ഇത് ട്രിം ചെയ്ത് കളയാം. ഇനി ഇതിനകത്തുള്ള ഈ ഭാഗം ട്രിം ചെയ്യുക. ശേഷം ഈ ഭാഗം ട്രിം ചെയ്യുക. ഇനി ഒരു ഭാഗം കൂടി നമുക്ക് ഒരു സർക്കിൾ കൂടി വരയ്ക്കാനുണ്ട്. അത് വെക്കാം. അതിന് സർക്കിൾ C എൻ്റർ, TR എൻ്റർ. ടാൻ റേഡിയസ് സർക്കിളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അത് ഒരു ടാൻജൻറ്റ് ഇവിടെയും മറ്റൊരു ടാൻജൻറ്റ് ഇവിടെയും ആയിക്കോട്ടെ. ഇനി അത് 3 റേഡിയസുകളിലാണ്. 3 എൻ്റർ. 3 റേഡിയസിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രിം കമാൻഡ് കൊടുക്കാം. TR എൻ്റർ എൻ്റർ. നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭാഗം ട്രിം ചെയ്യാം, ഈ ഭാഗം ട്രിം ചെയ്യാം, ഇവിടെ ഇങ്ങനെ ട്രിം ചെയ്യാം, ഇത് ഇങ്ങോട്ടും ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, ഇതും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കൃത്യമായി നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഗിത്താർ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഗിത്താർ അതേ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.